കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ്റെ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് വൈറൽ ആയിരിക്കുകയാണ്. നിറത്തെപ്പറ്റിയാണ്. തന്നെ കാണാൻ വന്ന, തൻ്റെ ചേംബറിൽ വന്ന ഒരാൾ, ആരാണെന്ന് അവർ വെളിപ്പെടുത്തുന്നില്ല, ഒരാൾ തൻ്റെ നിറത്തെ പരിഹസിച്ച് സംസാരിച്ചു. അത് തനിക്ക് വളരെ വേദനയുണ്ടാക്കി. എൻ്റെ മുൻഗാമി കാര്യങ്ങളെല്ലാം വെളുപ്പിൽ ചെയ്തു, ഞാൻ 7 മാസമായിട്ട് ചീഫ് സെക്രട്ടറി ആയിട്ട് എല്ലാം കറുപ്പിൽ ചെയ്യുന്നു എന്ന് ഭംഗ്യന്തരേണ ദ്വയാർത്ഥം വെച്ച് ഒരു പ്രയോഗമാണ് ഈ വന്നയാൾ നടത്തിയത് എന്ന് അനുമാനിക്കുക. അതാണ് അവരുടെ സൂചന. ആരാണ് മുൻ ചീഫ് സെക്രട്ടറി? ഡോക്ടർ ബി വേണു, ശാരദാ മുരളീധരൻ്റെ ഭർത്താവ്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു ചീഫ് സെക്രട്ടറി സ്ഥാനമൊഴിഞ്ഞ് ആ സ്ഥാനം മറ്റൊരു ചീഫ് സെക്രട്ടറിക്ക് കൊടുക്കുമ്പോൾ ഒഴിയുന്നയാൾ ഭർത്താവും മറ്റേയാൾ ഭാര്യയുമായി. യാദൃച്ഛികം. സിവിൽ സർവീസ് ഒരേ സമയത്ത് വന്ന് പരിചയപ്പെട്ട് വിവാഹം കഴിച്ച് സർവീസിൽ നല്ല ട്രാക്ക് റെക്കോർഡുള്ള 2 പേർ, ഡോക്ടർ ബി വേണുവും ശാരദാ മുരളീധരനും. ശാരദാ മുരളീധരൻ ഒരിക്കൽ പോലും തൻ്റെ പേര് ശാരദാ വേണു എന്നാക്കി മാറ്റിയില്ല. അച്ഛനും അമ്മയിട്ട പേര് തന്നെ അവർ സൂക്ഷിക്കുന്നു, ആ പേരിൽ അറിയപ്പെടുന്നു. ഒരു വനിത എന്ന നിലയിൽ അവരുടെ നിശ്ചയദാർഢ്യം, വ്യക്തിത്വം ഒക്കെ നമുക്കറിയാം. അങ്ങനെ ഒരാളെ നിറം പറഞ്ഞ് ആക്ഷേപിക്കുമ്പോൾ അത് വളരെ മോശമാണ്. എന്താ കറുപ്പിന് കുഴപ്പം? ഇപ്പം അത് വലിയ ചർച്ചയായിരിക്കുകയാണ്. കറുപ്പിനെന്താ സൗന്ദര്യമില്ലേ? കറുപ്പിൻ്റെ നിറം, അതിന് കറുപ്പിന് 7 അഴക് എന്ന് പറയുന്നില്ലേ? കറുപ്പിൽ തന്നെ പല ഗ്രേഡിയൻ്റ് ഉണ്ട്, പല ലേയേഴ്സ് ഉണ്ട് കറുപ്പിൽ തന്നെ. അത് കൃഷ്ണശിലയുടെ കറുപ്പുണ്ട്, എണ്ണമെഴുകിൻ്റെ കറുപ്പുണ്ട്, ഇളം കറുപ്പുണ്ട്, നീല കറന്ന കറുപ്പുണ്ട്. അപ്പോൾ കറുപ്പിന് അഴകാണ്, കറുപ്പിന് 7 അഴകുണ്ട്, വെളുപ്പിനും അഴകുണ്ട്. പക്ഷേ കാലാകാലങ്ങളായി നിറത്തിൻ്റെ പേരിൽ, കറുപ്പിൻ്റെ പേരിൽ അധിക്ഷേപിക്കപ്പെടുന്ന ഒരു വലിയ സമൂഹം ചരിത്രത്തിലുണ്ട്, ഇന്നുമുണ്ട്. ഇന്നുമുള്ളതിൻ്റെ തെളിവാണ് ശാരദാ മുരളീധരനെതിരെ ഉയർന്ന ഈ ആക്ഷേപം നിറത്തിൻ്റെ പേരിൽ. ഇവിടെ ഈ പോസ്റ്റ് ഇട്ടതിന് ശേഷം ശാരദാ മുരളീധരൻ അത് കുറച്ച് കഴിഞ്ഞ് പിൻവലിച്ചപ്പോഴും പിന്നെ ആൾക്കാർ, സുഹൃത്തുക്കളൊക്കെ വെൽവിഷേഴ്സ് വിളിച്ച് പറഞ്ഞ് ആ പോസ്റ്റ് റീപോസ്റ്റ് ചെയ്യണം, അതൊരു ചർച്ചയാവണം, അതൊരു വിഷയമാണ്. അങ്ങനെ ശാരദ വീണ്ടും അത് റീപോസ്റ്റ് ചെയ്തിട്ട് വീണ്ടും ചർച്ചയാക്കിയിരിക്കുകയാണ്. ഇന്നലത്തെ ഈ പോസ്റ്റ് പിന്നീട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഷെയർ ചെയ്തു വിത്ത് എ കമൻറ്റോടുകൂടി ഷെയർ ചെയ്യുകയുണ്ടായി. അതിൽ വി ഡി സതീശൻ പറയുന്നത്, സല്യൂട്ട് പ്രിയപ്പെട്ട ശാരദാ മുരളീധരൻ, നിങ്ങൾ എഴുതിയ ഓരോ വാക്കും ഹൃദയസ്പർശിയാണ്, ചർച്ച ചെയ്യപ്പെടേണ്ടതുമാണ്. വി ഡി സതീശനോട് ഞങ്ങൾ ലെഫ്റ്റ് റൈറ്റ് വോയിസ് ഒരു ചോദ്യം ഇതിൻ്റെ ഉന്നയിക്കുന്നു. നല്ല കാര്യം, ശാരദാ മുരളീധരൻ്റെ വേദന പങ്കുവെച്ച് അത് ഷെയർ ചെയ്ത വി ഡി സതീശൻ്റെ ആ പെരുമാറ്റത്തെ ഞങ്ങൾ അഭിനന്ദിക്കുന്നു. പക്ഷെ ഒരു കാര്യം ഇവിടെ ചൂണ്ടിക്കാണിച്ചോട്ടെ. താങ്കളുടെ പാർട്ടിയും നേതാക്കളും കാലാകാലങ്ങളായി നിറത്തിൻ്റെ പേരിൽ അധിക്ഷേപിക്കുന്ന ഒരു മനുഷ്യനുണ്ട്, കേരളത്തിൻ്റെ രാഷ്ട്രീയക്കാരൻ, CPM-ൻ്റെ പ്രധാനപ്പെട്ട ഒരു നേതാവ്, മുൻ മന്ത്രി, പേരറിയാം, MM മണി, ഇടുക്കിക്കാരൻ MM മണി. നിറത്തിൻ്റെ പേരിൽ MM മണിയെ കോൺഗ്രസ് നേതാക്കൾ, താങ്കളുടെ പാർട്ടിയിൽപ്പെട്ട എത്രയോ പേര് അധിക്ഷേപിച്ചിരിക്കുന്നു, പരസ്യമായിട്ട് പ്രസംഗങ്ങളിൽ പോലും. അന്നൊന്നും താങ്കൾക്ക് ഒരു ഖേദവും തോന്നിയില്ലല്ലോ. ശാരദാ മുരളീധരൻ്റെ കാര്യത്തിൽ താങ്കളുടെ പ്രതികരണം വളരെ നന്നായി. പക്ഷേ MM മണിയെ താങ്കളുടെ പാർട്ടിയിലുള്ളവർ, നേതാക്കൾ ഉൾപ്പെടെ അധിക്ഷേപിച്ചപ്പോൾ താങ്കളുടെ മൗനം, താങ്കൾ എവിടെയായിരുന്നു? താങ്കളുടെ മൗനം മാത്രമേ അന്ന് കണ്ടുള്ളൂ. കരിങ്കുരങ്ങ്, തേവാങ്ക്, കരിമ്പൂതം എന്നൊക്കെ പറഞ്ഞിട്ട് കോൺഗ്രസിലെ നേതാക്കളൊക്കെ മൈതാന പ്രസംഗങ്ങളിൽ പോലും MM മണിയെ ആക്ഷേപിച്ചതിന് കയ്യും കണക്കുമില്ല. അപ്പം അതുകൂടി ഇവിടെ നമ്മൾ ചേർത്ത് വെച്ചിട്ട് വായിക്കണം. കറുപ്പിനെ പറ്റി പറയുമ്പോൾ എല്ലാ കറുപ്പിനെയും മാനിക്കാൻ പഠിക്കണം. ഇനി ശാരദാ മുരളീധരൻ ഇട്ട പോസ്റ്റിൻ്റെ വളരെ കാതലായ ഒരു ഭാഗം ഇംഗ്ലീഷ് പോസ്റ്റായിരുന്നു. Had an interesting comment yesterday on my stewardship as chief secretary that it as black as my husband's white. നല്ല കവിത്വമുള്ള വാചകങ്ങളാണ് ശാരദാ മുരളീധരൻ എഴുതിയിരിക്കുന്നത്, ഇംഗ്ലീഷിൽ.
കവിത്വമുണ്ടത്. അതാണ് ആ വാക്കുകളുടെ ആ ഒരു ഘടന എന്ന് പറയുന്നത്. ദിസ് പോസ്റ്റ് ഐ മെയ്ഡ് ടുഡേ മോർണിംഗ് ആൻഡ് ദെൻ ഡിലീറ്റഡ് because I was flustered by the flurry of responses. I am reposting it because certain well-wishers said that there were things there that needed to be discussed. I agree. So here goes once again. I was hurt, yes. അത്ര മനോഹരമായ ഭാഷയാണ്. As a 4-year-old, I apparently asked my mother whether she could put me back in her womb and bring out me again, all white and pretty. അതൊരു കവിതയാണ്. എന്താണ്? ചെറുപ്പം മുതൽ കറുത്തവൾ എന്ന ആക്ഷേപം ഞാൻ സഹിച്ചാണ് ഞാൻ വളർന്നത്. 4 വയസ്സുള്ളപ്പോൾ ഞാൻ എൻ്റെ അമ്മയോട് ചോദിച്ചു, എന്നെ തിരിച്ച് ഗർഭപാത്രത്തിലേക്ക് ഒന്ന് തിരിച്ച് ഇട്ടിട്ട് ഒന്നുകൂടി പുറത്തെടുക്കാമോ, വെളുപ്പിൻ്റെ ഭംഗിയോടെ, സൗന്ദര്യത്തോടെ എന്ന് ഒരമ്മയോട് പറയേണ്ടി വന്ന പെൺകുട്ടിയായിരുന്നു ശാരദ മുരളീധരൻ. ഇപ്പം ഇത് ഇത്രയും കാലം കഴിഞ്ഞിട്ടും നിറത്തിൻ്റെ പേരിൽ അധിക്ഷേപിക്കുന്നത്, അത് മാറ്റാൻ നമുക്ക് പറ്റാത്തത് എന്തുകൊണ്ടാണ്? വെളുപ്പിന് മാത്രമേ മഹിമയുള്ളൂ, കറുപ്പിന് മഹിമയൊന്നും ഇല്ല എന്ന് ആരാണ് തീരുമാനിക്കുന്നത്? തൊലിക്കറുത്തതിൻ്റെ പേരിൽ എം എം മണി സഹിച്ച ആക്ഷേപങ്ങൾ, അതിനെപ്പറ്റിയും പൊതുസമൂഹം ചർച്ച ചെയ്യണ്ടേ? വേറെ എത്രയോ പേര്, അറിയപ്പെടാത്ത എത്രയോ പേര് എവിടൊക്കെ നിറത്തിൻ്റെ പേരിൽ, കറുപ്പിൻ്റെ പേരിൽ ആക്ഷേപിക്കപ്പെടുന്നു. മികച്ച 2 IAS ഉദ്യോഗസ്ഥരാണ് ഡോക്ടർ വി വേണുവും ഭാര്യ ശാരദ മുരളീധരൻ. അവർക്ക് 2 മക്കളുണ്ട്, ഒരാണും പെണ്ണും. അവർ നിറത്തിനെ ഇഷ്ടപ്പെടുന്നു, കറുപ്പിനെ ഇഷ്ടപ്പെടുന്നു എന്നാണ് ശാരദ മുരളീധരൻ ഈ പോസ്റ്റിൽ പറയുന്നത്. നീളമുള്ള പോസ്റ്റാണിത്, മുഴുവൻ ഇവിടെ ഞാൻ വായിക്കുന്നില്ല. എന്തായാലും ഈ ഒരു ചർച്ച നിറത്തിൻ്റെ പേരിലുള്ള അവഗണനയെയും അല്ലെങ്കിൽ വേർതിരിവിനെയും അവസാനിപ്പിക്കാൻ ഇടവരട്ടെ. ഞങ്ങൾക്ക് ശാരദ മുരളീധരനോട് ഒരു റിക്വസ്റ്റ് ഉണ്ട്. അത് അവരുടെ സ്വാതന്ത്ര്യമാണ്, നമ്മളത് മസ്റ്റായിട്ട് പറയുകയില്ല. താങ്കളെ വന്നിങ്ങനെ അധിക്ഷേപിച്ച, ഇപ്പം താങ്കളുടെ ചേംബറിൽ വന്നിട്ടല്ല ഓഫീസിൽ വന്നിട്ട് താങ്കളോട് ഇങ്ങനെ സംസാരിക്കുന്ന ഒരാൾ, അവിടെ അനുവാദം വാങ്ങി വരുന്ന ഒരാൾ, ഒരു പക്ഷേ സാമൂഹിക വ്യവസ്ഥയിലെ ഇതിൻ്റെ ലേയേഴ്സിലൊക്കെ കുറച്ച് ഉയർന്ന പദവിയോ സ്വാധീനമോ ഉള്ള ഒരാളായിരിക്കാം ആ വ്യക്തി. ആണോ പെണ്ണോ ആരായിരുന്നിട്ട് ആരാണിത് ചെയ്തത് എന്നുകൂടി വെളിപ്പെടുത്താൻ കഴിയുമെങ്കിൽ വെളിപ്പെടുത്തുക. കാരണം ഇത്തരം മുഖംമൂടികൾ അഴിഞ്ഞ് ഊരി താഴെ വീഴട്ടെ എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പറ്റുമെങ്കിൽ, കഴിയുമെങ്കിൽ ആ പേര് വെളിപ്പെടുത്തുക. ഇനി വെളിപ്പെടുത്തിയില്ലെങ്കിലും നമുക്ക് പരാതിയില്ല, അത് താങ്കളുടെ സ്വാതന്ത്ര്യമാണെന്ന് മാത്രം നമ്മൾ പറയും.